നമ്മളൊക്കെ യാത്ര പോകാറുണ്ടല്ലോ. യാത്ര പോകുമ്പോൾ ഈ കേരളത്തിലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഹായ് പ്രകൃതി രമണീയമായിരിക്കുന്നു എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളായൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ സ്ഥലങ്ങളൊന്നും അത്രയ്ക്ക് വിനോദസഞ്ചാര കേന്ദ്രം എന്ന രീതിയിലൊന്നും ആയിരിക്കില്ല അവർ കാണുക. അങ്ങനെ വികസിക്കുന്നതും വളരെ കുറവാണ്. സർക്കാരിന്റെ കണ്ണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, പ്രാദേശികമായി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അത് മുതൽക്കൂട്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ നമ്മളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ അങ്ങനെയുള്ള പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് കേരളത്തെ വിശേഷിപ്പിക്കുന്നത് വെറുതെയല്ല. കേരളത്തിൽ മനോഹരമായ നിരവധി സ്ഥലങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും വിനോദസഞ്ചാരികളുടെ കണ്ണ് അങ്ങോട്ടേക്ക് എത്താറില്ല. അത്തരത്തിലൊരു സ്ഥലം പത്തനംതിട്ട കോഴഞ്ചേരിക്ക് സമീപമുണ്ട്. അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. കുറച്ച് ദുർഗണം പിടിച്ച വഴിയാണ്. എങ്കിലും മനോഹരമായിട്ടുള്ള സ്ഥലം കാണാൻ പറ്റുമല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഈ ദുർഗണം പിടിച്ച പാതയൊന്നും ഒരു വിഷയമേ അല്ല. കേരളത്തിലെ ഈ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ സാധ്യതകളാണുള്ളത്. പക്ഷെ സർക്കാർ ഇപ്പോൾ നാം കാണാൻ പോകുന്ന ഈ സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ വേണ്ട രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ വിനോദസഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ നാം ഇപ്പോൾ ഈ കാണാൻ പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ധാരാളം ടൂറിസ്റ്റുകളായിരിക്കും വരാൻ പോവുക. അങ്ങനെ ആ ദുർഘടമായ പാതകളൊക്കെ താണ്ടി നാം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം ആ ലക്ഷ്യസ്ഥാനത്തിൻ്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് കാണാം. അരുവിക്കുഴി വെള്ളച്ചാട്ടമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ധാരാളം യുവാക്കൾ ഇവിടെ കുളിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. വളരെ ഉയരത്തിൽ നിന്നുമാണ് വെള്ളം ഒഴുകിയെത്തുന്നത്. പാറകളിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകി താഴേക്ക് വീഴുകയാണ്. നല്ല തണുപ്പാണ്. പ്രകൃതി രമണീയമായിട്ടുള്ള കാലാവസ്ഥ കൂടിയാണ്. അതുകൊണ്ടാണ് യുവാക്കളെല്ലാം അവരുടെ ഒഴിവു സമയം അത് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് കുളിക്കുന്നതിനായി എത്തിയിരിക്കുന്നത്. അൻപത് മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടം ഉള്ളത്. അതിൻ്റെ ഏറ്റവും മുകൾ വശത്ത് നമുക്ക് കാണാൻ കഴിയും. വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. കാരണം ഈ മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന ഇടങ്ങളിൽ കൂടിയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഈ 50 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത്. അത് പിന്നീട് ഒരു തോടായി ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി ചെറുപ്പക്കാരാണ് ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നത്. എങ്ങനെയുണ്ട് ഈ വെള്ളത്തിന്? എങ്ങനെയുണ്ട്? തണുപ്പ് എത്രമാത്രമുണ്ട്? തണുപ്പ് നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. നല്ല സൂപ്പർ തണുപ്പാണ് ഇവിടെ. സൂപ്പറായിട്ട് നല്ല കുളിക്കാൻ, അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്പോട്ടാണ്. അവിടെ എത്ര ആളുണ്ട് നിങ്ങൾ അവിടെ നിന്നിടത്ത്? വലിയ അരയുടെ അത്രേ ഉള്ളൂ. നീന്താനും പറ്റുമല്ലേ ശരിക്കും? കുഴപ്പമില്ലാതെ. എങ്ങനെയുണ്ട് മോനെ? എങ്ങനെയുണ്ട്? നല്ലതാ. മോത്തന് വലിയ സന്തോഷമില്ലല്ലോ. കൂട്ടുകാരൊക്കെ ഇറങ്ങി കുളിച്ചു. നീ എന്താ കുളിക്കായിരുന്നേ? പനിയാണ്. ഇവിടെ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നത്? ആദ്യമായിട്ടായിരുന്നു. എങ്ങനെ അറിഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്? ഇവൻ പറഞ്ഞു. നീയാണോ പറഞ്ഞേ? മോനാണോ പറഞ്ഞേ? ഇവിടെ എലവന്തിട്ടാ? ഇവിടുത്തെ ലോക്കൽ തന്നെയാണ്. മാരോടെല്ലാം വന്ന് ഗ്രൗണ്ടിലുള്ളവന്മാരോടെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ കോളേജിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന എനിക്കതൊരു വലിയൊരു ഏതൊരു കോട്ട പോലെ തോന്നുന്നു. കോട്ട തോന്നുന്നുണ്ട്. ഇതിന്റെ മണ്ടയ്ക്ക് ഇതിനെക്കാട്ടി വലിയ സ്ഥലമുണ്ട്. ഇന്ന് അടുത്തുള്ള ദിവസമുണ്ട്. ശനി ഞായർ വന്നെങ്കിൽ ഇഷ്ടം പോലെ പേര്, ഒരു 20 പേരും കുറഞ്ഞത് കാണുള്ളൂ. ഏതായാലും ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞോ ഇപ്പോൾ പ്രേക്ഷകർക്കൊക്കെ മനസ്സിലായല്ലോ. നല്ല വൈബുള്ള സ്ഥലമാണ്. ഇവിടെ ധാരാളം ആളുകളാണ് ഇങ്ങനെ കണ്ടും കേട്ടും അറിഞ്ഞൊക്കെ വരുന്നത്. ഇപ്പോൾ ഇവർ തന്നെ റീലൊക്കെ കണ്ടിട്ടാണ്, കൂട്ടുകാരെയൊക്കെ കാണിച്ചിട്ടാണ് ഒരു കൂട്ടുകാരൻ എല്ലാവരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പത്തനംതിട്ട കോഴഞ്ചേരിയിൽ നിന്നും തടിയൂർക്ക് പോകുന്ന റൂട്ടിൽ കോഴഞ്ചേരിയിൽ നിന്നും ഏകദേശം ഒരു 7 കിലോമീറ്റർ മാറിയാണ് ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടം എന്നുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുകയാണെങ്കിൽ ഇനിയും കൂടുതൽ ആളുകളൊക്കെ വിനോദസഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയാണുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.